നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. മാണി സാറിന് അന്ത്യാഞ്ജലി. കെ.എം. മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പാലായിലെ വസതിയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 3 മണിക്ക് സംസ്കരിക്കും. വിവരങ്ങളുമായി പാലായിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് അവിടെ എത്തിയിരിക്കുന്നത്? ഒപ്പം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്? മൃതദേഹം ഇപ്പോൾ പുറത്ത് വീടിന്റെ കാർപോർച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് പൊതുദർശനം. ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് പൊതുദർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ആളുകൾക്ക് സുഖമായി വന്ന് കയറി പുറത്തേക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വീടിനുള്ളിൽ ബന്ധുക്കൾക്ക് വേണ്ടിയും ചില പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ ഭാഗമായുമാണ് വീടിനുള്ളിൽ മൃതദേഹം കിടത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ആളുകൾ വന്ന് ഈ അന്തിമാഞ്ജലി അർപ്പിച്ച ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അല്പസമയം മുമ്പ് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയം കൂടെ കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കൾ, സിനിമാ രംഗത്തു നിന്നുള്ള പല പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ പാലയിലെ വസതിയിൽ എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ ജനത്തിരക്ക് തന്നെയാണ്. നിയന്ത്രണാതീതമായ തിരക്കാണ് അല്പസമയം മുമ്പ് വരെയും അനുഭവപ്പെട്ടത്. കെ മാണിയുടെ മകൻ MP-യുമായ ജോസ് കെ മാണി ഇടപെട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായ തിക്കും തിരക്കും. പ്രത്യേകം ആളുകളെ ചില പാർട്ടി പ്രവർത്തകരും മറ്റും മൃതദേഹത്തിന് വീണ്ടും കാണുന്നതിന് വേണ്ടി തിക്കും തിരക്കും പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതൊക്കെ നിയന്ത്രണ വിധേയമായി അല്പസമയം മുമ്പാണ് മാറിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സാധാരണക്കാർക്ക് മൃതദേഹം കണ്ട് മടങ്ങുന്നതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കെ.എം. മാണിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നിശ്ചയിച്ചതിലും 13 മണിക്കൂറുകൾ വൈകിയാണ് കോട്ടയം നഗരത്തിലെത്തിയത്. ഇന്നലെ രാവിലെ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര കടന്നുവന്ന വഴികളിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ രാത്രി വൈകിയും പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടം. പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിലാപയാത്ര കോട്ടയം നഗരത്തിൽ എത്തിച്ചേർന്നത്. എന്നിട്ടും മാണി സാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വഴിയോരത്ത് കാത്തുനിന്നു. തിരുനക്കര മൈതാനത്തും കേരള കോൺഗ്രസിന്റെ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാവിലെ 10:15 പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങിയത്. മകൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫും മറ്റ് പാർട്ടി നേതാക്കളും വിലാപയാത്രയെ അനുഗമിച്ചു. വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ കാത്തുനിന്നു. കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചപ്പോഴേക്കും റോഡുകൾ ജനസമുദ്രമായി. മുൻനിശ്ചയിച്ചതിൽ നിന്നും ഏറെ വൈകി ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് വിലാപയാത്ര കടുത്തുരുത്തിയിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ എന്നിവർ കടുത്തുരുത്തിയിൽ വെച്ച് അന്തിമോപചാരമർപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കോട്ടയത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിലാപയാത്ര രാത്രി 10-നാണ് ഏറ്റുമാനൂർ പിന്നിട്ടത്. കോട്ടയത്തെത്തിയത് ഇന്ന് പുലർച്ചെ 1-ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ വിവിധ മലയോര മേഖലകളിലേക്ക് കുടിയേറി പാർത്ത പാലാക്കാർക്ക് ജന്മനാട്ടിലെത്താൻ യാത്രാ സൗകര്യം ഒരുക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്നു കെ.എം. മാണി. പാലാ KSRTC ഡിപ്പോയിൽ നിന്നും എല്ലാ മലയോര മേഖലകളിലേക്കും ബസ് സർവീസുണ്ട്. ഈ സർവീസുകൾ മലയോര കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇത് അട്ടപ്പാടിയിൽ നിന്നും പാലായിലേക്ക് പോകുന്ന KSRTC ബസ്സാണ്. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഏത് മലയോര മേഖലകളിൽ നിന്നും പാലായിലേക്ക് ഒരു ബസ് ഉണ്ടാകും. പാലായിൽ നിന്നും മലയോരങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത കർഷകനെ ജന്മനാടുമായി അടുപ്പിച്ചു നിർത്തുന്ന യാത്രാമാർഗം. ഏറ്റവും കൂടുതൽ മാണി സാറിൻ്റെ കഴിവാണുള്ളത്.
അതിന് സംശയമില്ലാത്ത കാര്യം. ഏതും മലയോര ഇതിലാണെങ്കിലും ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. പാലക്കയത്ത് നിന്നൊക്കെ ബസ്സുകളുണ്ട്. മറ്റേ പാല ടച്ച് മലയോര കർഷകർ എൻ്റെ സ്ഥിതിക്ക് തീരാ നഷ്ടമായിട്ട് ഞാൻ കണക്ക്. അതിലുള്ള ആൾക്കാരെ ചോദിച്ചപ്പോൾ അയാൾ ദൈവമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഏരിയയിലുള്ള ആൾക്കാർ എല്ലാം കൊണ്ടും വൈദ്യുതി ആവട്ടെ, വെളിച്ചം, ബസ്സിൻ സർവീസും റോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കായിട്ടുണ്ടാവും ആ ഏരിയയിൽ. കുടിയേറ്റ കർഷകർക്ക് പട്ടയ അനുവദിക്കുക, കുടിയേറ്റ മേഖലയിലേക്ക് റോഡ് സൗകര്യങ്ങൾ, മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയിട്ടുള്ള വിഭാഗങ്ങളും വടക്കൻ കേരളത്തിലുള്ള എല്ലാവർക്കും റോഡ് സൗകര്യങ്ങൾ ഏർപ്പെട്ടു കൊടുക്കുന്നതിലും മാണി സാർ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള കാലത്ത് പാലായിലെത്താൻ അവിടെ നിന്നും പോയ മലയോര കർഷകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ഇത് കണക്കിലെടുത്താണ് പാലക്കാട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെ കുടിയേറ്റ മേഖലകളിലേക്ക് പാലായിൽ നിന്നും KSRTC സർവീസുകൾ തുടങ്ങിയത്. ഇതിന് കാരണമായത് KM മാണിയുടെ ഇടപെടലാണെന്ന് കർഷകർ പറയുന്നു. ഇന്ന് മലയോര മേഖലകളിലേക്ക് ഏറ്റവും കൂടുതൽ ബസ് സർവീസുള്ളത് പാലായിൽ നിന്നുമാണ്. ക്യാമറമാൻ KM പ്രദീപിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. കനത്ത വേനലിൽ മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. മറയൂർ ശർക്കരയുടെ വിലയിടിവിന് പിന്നാലെയുണ്ടായ ഉൽപാദനക്കുറവ് വലിയ തിരിച്ചടിയാവുകയാണ്. വേനൽ കടുത്തതോടെ കരിമ്പ് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെയായി. കരിമ്പിൻ തണ്ട് കരിഞ്ഞുണങ്ങുകയും നീരുവറ്റി ഉൽപാദനം കുറയുകയും ചെയ്തു. കാന്തല്ലൂർ പഞ്ചായത്തിലെ കാരയൂർ പയസ് നഗറിന് സമീപം കൃഷിയിറക്കിയിരുന്ന 50 ഏക്കറിലധികം കരിമ്പ് കൃഷിയാണ് വേനലിൽ നശിച്ചത്. കർശനാട്, കട്ടിയനാട്, മറയൂർ, കോട്ടക്കുളം എന്നിവിടങ്ങളിലെ കൃഷിയും കരിഞ്ഞുണങ്ങി. കഴിഞ്ഞ വേനലിൽ മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി 500 ഏക്കറോളം പ്രദേശത്തെ കരിമ്പ് കൃഷി കരിഞ്ഞ് നശിച്ചിരുന്നു. കരിമ്പ് വേനലിനാല ഉരമ്പോ കരിഞ്ഞ് ഉണങ്ങി കിടക്കുന്നു. ഇത് ഒരു കരടും കടിക്കരുതില്ല, വിലയും കടിക്കരുതില്ല. ഇതിന്റെ വേലക്കുരിയെ കഴിക്കാതെ ரொம்ப കഷ്ടത്തിലിരിക്കുന്നു. നിലവിൽ 65 കിലോ ശർക്കര ചാക്കിന് 2700 രൂപയാണ് വില. മറയൂർ ശർക്കരയ്ക്കുണ്ടായ വിലയിടിവും വ്യാജ ശർക്കരയുടെ കടന്നുവരവും കാരണം പ്രതിസന്ധിയിലായിരുന്ന കർഷകർക്ക് വേനലും കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ന്യൂസ് 18 മറയൂർ. കാസർഗോഡ് വലിയപറമ്പ് പുലിമുട്ട് കേന്ദ്രീകരിച്ച് അനധികൃത മണലൂറ്റ് വ്യാപകം. അർദ്ധരാത്രി മുതൽ പുലരും വരെ 50ലേറെ വള്ളങ്ങളിലാണ് മണൽ കടത്തുന്നത്. തുഴയന്ത്രങ്ങൾ ഘടിപ്പിച്ച വലിയ വള്ളങ്ങളിലാണ് മണൽ കടത്തുന്നത്. പുലർച്ചെ 2 മണിക്കും 6 മണിക്കുമിടയിലുള്ള സമയത്താണ് കൂടുതലായും തോണികൾ എത്തുന്നത്. കടലിൽ നിന്നും പുലിമുട്ടിൽ വന്നടിയുന്ന മണലാണ് കടത്തുന്നത്. കടലും പുഴയും സംഗമിക്കുന്ന ഇവിടെ വലിയ മണൽ ശേഖരമാണുള്ളത്. മണലൂറ്റ് പുലിമുട്ടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി. പുലിമുട്ടിന് അടിയുറപ്പ് നൽകുന്ന മണൽ കൂമ്പാരം ഇല്ലാതാകുന്നതോടെ ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ പുലിമുട്ടും ഇല്ലാതാകും. മണലൂറ്റ് ഏറെ ദോഷകരമായി ബാധിക്കുന്നത് വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിനെയാണ്. മണലൂറ്റിനെതിരെ രൂപം കൊണ്ട പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനവും സജീവമല്ല. പുലിമുട്ട് കേന്ദ്രീകരിച്ചുള്ള മണലെടുപ്പിനെതിരെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 വലിയപറമ്പ്. കോതമംഗലം പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പിംഗ് തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ്. വാട്ടർ അതോറിറ്റിയുടെ കോതമംഗലത്തെ പ്രധാന ശുദ്ധീകരണ പ്ലാന്റായ കോഴിപ്പള്ളിയിലെ പമ്പിംഗ് ആണ് തടസ്സപ്പെടുന്നത്. കോതമംഗലം ആറിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടിവെള്ള പ്ലാന്റിന്റെ പ്രവർത്തനം. പ്ലാന്റിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനായി ഇവിടെ ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. സാധാരണ വേനൽക്കാലത്ത് പുഴയിലേക്ക് പെരിയാർവാലി കനാലിലെ വെള്ളം കൂടി ഒഴുകിയെത്തുന്നതോടെ ഇവിടെ ജലക്ഷാമം ഉണ്ടാകാറില്ല. എന്നാൽ ഇത്തവണ വേനൽ കടുക്കുകയും പുഴയിലെ ജലവിധാനം നേരത്തെ താഴുകയും ചെയ്തു. ഇതോടൊപ്പം പെരിയാർവാലി ബ്രാഞ്ച് കനാലിൽ നിന്നുള്ള വെള്ളം എത്താതാവുകയും ചെയ്തതോടെയാണ് ചെക്ക് ഡാം പറ്റിയത്. ഇതോടെ ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടേക്ക് വേനൽക്കാലത്ത് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത് പെരിയാർവാലി ബ്രാഞ്ച് കനാലിൽ നിന്നുമായിരുന്നു. എന്നാൽ പെരിയാർവാലി ബ്രാഞ്ച് കനാലിലും വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടത് ഏത് നിമിഷവും പമ്പിംഗ് നിലയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ പമ്പിംഗ് നിലയ്ക്കുന്നതോടെ കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ കുടിവെള്ളത്തിൻ്റെ ക്ഷാമത്തിലമരും. ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റി കോമ്പൗണ്ടിലെ കിണറിലെ വെള്ളവും കൂടി പമ്പ് ചെയ്തായിരുന്നു ഇതുവരെ കുടിവെള്ള വിതരണം നടത്തിയത്. എന്നാൽ കോതമംഗലം ആറിലെ ചെക്ക് ഡാം പറ്റിയ സാഹചര്യത്തിൽ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന അവസ്ഥയാണ്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കോഴിപ്പള്ളി പ്ലാന്റിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരും. ഇത് കോതമംഗലം താലൂക്കിലെ പല പ്രദേശങ്ങളെയും കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലാക്കും. ന്യൂസ് 18 കോതമംഗലം. കൊട്ടാരക്കര മൈലത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മൈലം പാറമുക്ക് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ദിവസവും പാഴാകുന്നത്. ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് പ്രദേശത്ത് കുടിവെള്ളം എത്തുന്നത്. ഗ്രാമത്തിന്റെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടുന്നത് സ്ഥിരം സംഭവമാണെന്ന്
നാട്ടുകാർ പറയുന്നു. വെള്ളത്തിൻ്റെ ഈ ഭാഗത്തോട്ട് നല്ല പ്രയാസം. ഇതിപ്പോൾ 4 ദിവസം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ അധികാരികൾ അറിയിച്ചിട്ടുണ്ട്, അവരിതുവരെയും വന്നിട്ടില്ല. വെള്ളം രാത്രി കാലങ്ങളിലാണ് വെള്ളം തുറന്നു വിടുന്നതേ. അപ്പം വളരെയധികം വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. രാത്രി സമയങ്ങളിൽ ജലമെത്തുന്നതിനാൽ വലിയ തോതിൽ കുടിവെള്ളം പാഴാകുന്നുണ്ട്. കൊടും വേനലിൽ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഉപജീവനത്തിനായി മലമുകളിൽ നിന്നും ചിറ്റീന്ത് ശേഖരിച്ച് ചൂലുകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുകയാണ് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ. വരൾച്ച രൂക്ഷമായതോടെ തോട്ടങ്ങളിൽ തൊഴിൽ കുറഞ്ഞതോടെയാണ് ഇവർ ഉപജീവനത്തിനായി ചിറ്റീന്ത് ശേഖരിക്കുവാൻ ഇറങ്ങിയത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൈറേഞ്ചിലെ മലമേടുകളിൽ തോട്ടം തൊഴിലാളികളെത്തി. വേനലിൽ തോട്ടത്തിൽ പണി കുറഞ്ഞതോടെ നിത്യവൃത്തിക്കായി ചിറ്റീന്ത് ശേഖരിക്കുകയാണവർ. ചിറ്റീന്ത് കൊണ്ട് നിർമ്മിക്കുന്ന ചൂലുകൾ വിപണിയിലെത്തിക്കുന്നത് വഴി വേനൽക്കാലത്തെ അതിജീവിക്കാനൊരുങ്ങുകയാണ് തമിഴ് തോട്ടം തൊഴിലാളികൾ. മുൻപ് ഹൈറേഞ്ചിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ചിറ്റീന്ത് വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവ ശേഖരിക്കുന്നത്. மறையூர்காரவங்களுக்கு கொடுக்குறோம். 6 ரூபா வச்சு எங்களுக்கு கிடைக்கும். அதுக்கு மேலெல்லாம் எங்களுக்கு வசதி இல்லை. நாங்கள் பாவப்பட்டவங்க விளைஞ்சி தான் சாப்பிடணும். ചിറ്റീന്ത് ഉണക്കി ചെറുകെട്ടുകളാക്കി മറയൂരിലെത്തിച്ചാണ് വിൽപ്പന നടത്തുന്നത്. കെട്ടൊന്നിന് 6 രൂപ വരെ ലഭിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിറ്റീന്ത് ശേഖരിച്ചാൽ 300 രൂപ വരെയാണ് ഒരു ദിവസം ഇവർക്ക് ലഭിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. മംഗലാപുരം കോഴിക്കോട് പാസഞ്ചർ 24 മിനിറ്റ് വൈകി ഓടുന്നു. മാംഗ്ലൂർ മെയിൽ 53 മിനിറ്റ് വൈകുന്നു. എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 40 മിനിറ്റ് വൈകി ഓടുന്നു. തിരുവനന്തപുരം മെയിൽ 55 മിനിറ്റ് വൈകുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 3 മണിക്കൂർ 15 മിനിറ്റ് വൈകുന്നു. ഗതാഗത നിയന്ത്രണ അറിയിപ്പുകൾ. മലപ്പുറം താനൂർ തെയ്യാല റെയിൽവേ ഗേറ്റ് ഇന്ന് അടച്ചിടും. പാലക്കാട് കൊല്ലങ്കോട് കുനിശ്ശേരി റോഡിൽ അറ്റകുറ്റപ്പണി. ഈ മാസം 16 വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. കാസർഗോഡ് വെസ്റ്റ് ഏളേരി സെക്ഷന്റെ കീഴിലുള്ള പാണത്തൂർ കല്ലപ്പള്ളി റോഡിൽ ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. പാണത്തൂരിൽ നിന്ന് സുള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ബളാംതോട് ബന്തടുക്ക മണിമൂല വഴിയുള്ള റോഡിലൂടെ പോകണം. വണ്ടിപ്പെരിയാർ ചെങ്കര പുല്ലുമേട് റോഡിൽ ചെങ്കര പാലത്തിന് ബലക്ഷയമുള്ളതിനാൽ ഇതുവഴിയുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജലവിതരണ നിയന്ത്രണ അറിയിപ്പുകൾ. തൊടുപുഴ നഗരസഭാ പരിധിയിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. വൈദ്യുതി അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് ആനക്കുഴിക്കര മേഖലയിൽ ഇന്ന് പകൽ വൈദ്യുതി മുടങ്ങും. ചാലിയം മണ്ണൂർ റെയിൽ അമ്പലപ്പൊയിൽ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങും. ഇടവേള. ഇനി കാർഷിക കേരളം. പട്ടാമ്പി കൊടലൂർ പാടശേഖരത്തിൽ 15 ഏക്കർ സ്ഥലത്ത് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിഷു വിപണി ലക്ഷ്യമിട്ടാണ് കൃഷി ഇറക്കിയത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ഉദ്ദേശത്തോടെയാണ് പച്ചക്കറി കൃഷി ചെയ്തത്. കൊടലൂർ പാടശേഖരത്തിലെ 15 ഏക്കർ സ്ഥലത്താണ് കൃഷി. പാടശേഖര പച്ചക്കറി ഉൽപാദക ഗ്രൂപ്പ് എ ഗ്രേഡ് ക്ലസ്റ്ററിലെ കൃഷിക്കാരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ക്ലസ്റ്ററിലെ 34 കർഷകർ ചേർന്നാണ് പയർ, വെണ്ട, ചീര, മത്തൻ, കുമ്പളം, വെള്ളരി, തണ്ണിമത്തൻ, പടവലം എന്നീ ഇനങ്ങൾ കൃഷി ചെയ്തത്. ഇപ്പോൾ വിളവെടുപ്പ് നല്ല തരക്കെട്ടില്ലാത്ത വിളവാണ് എല്ലാവർക്കും ഉള്ളത്. പയർ, വെണ്ട, പിന്നെ അതുപോലെ തന്നെ വെള്ളരി,
കുമ്പളം, മത്തൻ തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും, പച്ചക്കറി വളരെ വർഗത്തിൽപ്പെട്ട എല്ലാവിധ സാധനങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ചീര തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. പട്ടാമ്പി മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായവും പട്ടാമ്പി നഗരസഭ കൃഷിഭവന്റെ സാമ്പത്തിക സഹായവും കൃഷിക്ക് ലഭിച്ചിരുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലുള്ളതിനേക്കാൾ വില കുറച്ച് ജനങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മട്ടുപ്പാവിലെ കൃഷിയിലൂടെ ശ്രദ്ധേയനാവുകയാണ് എടപ്പാൾ പന്താവൂർ സ്വദേശി ദീപക്. ടെറസിലെ മുന്തിരി കൃഷിയും കോഴി വളർത്തലും വഴി മികച്ച വരുമാനമാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്. 150ഓളം കാടയും 200ലധികം കരിങ്കോഴികളുമാണ് ദീപകിന്റെ വീടിന്റെ മട്ടുപ്പാവിലുള്ളത്. ദിവസം 100ൽ കുറയാതെ കാടമുട്ടകൾ ലഭിക്കും. കരിങ്കോഴിയുടെ മുട്ട വേറെയും. ഏറെ ഗുണങ്ങളുള്ള കരിങ്കോഴി മുട്ടയ്ക്ക് ആവശ്യക്കാരുമേറെയാണ്. ചൂട് നിയന്ത്രിക്കാൻ മുന്തിരിവള്ളികൾ പടർത്തിയിട്ടുണ്ട്. ഈ സീസണിൽ 5 കിലോയോളം മുന്തിരിയാണ് ലഭിച്ചത്. കീടനാശിനി ഉപയോഗിക്കാത്തതിനാൽ മുന്തിരിക്കും നല്ല ഡിമാൻഡാണ്. കരിങ്കോഴിയാണ്, അത് ഔഷധ ഗുണമുള്ള ഇതാണ്. മുട്ടയ്ക്കും ഡിമാൻഡാണ്, ഇറച്ചിക്കും നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ കാടകൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. 150ഓളം കാടകളുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത്. അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വൃത്തിയോടെയാണ് മട്ടുപ്പാവിലെ കോഴി വളർത്തൽ. കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ മത്സ്യകൃഷിയിലും ദീപക് നേട്ടം കൈവരിച്ചിരുന്നു. ന്യൂസ് 18 തിരൂർ. ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് അസോസിയേഷന്റെയും മലബാർ മാവ് കർഷക സമിതിയുടെയും നേതൃത്വത്തിൽ രാജാക്കാട് പഞ്ചായത്തിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മേളയിൽ ചക്കയുടെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. ചക്കയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് അസോസിയേഷന്റെയും മലബാർ മാവ് കർഷക സമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേന്ദ്രീകരിച്ച് ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മഹോത്സവത്തിൽ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചക്കപ്പപ്പടം, സ്ക്വാഷ്, ഹൽവ, ഐസ്ക്രീം, ചക്കപ്പായസം, പുട്ടുപൊടി, ചക്ക വറുത്തത്, ഉണ്ണിയപ്പം എന്നിവയടക്കമുള്ള 100ഓളം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ പാഴായി പോകുന്ന 2500 കോടി രൂപയുടെ ചക്ക നമ്മൾ ഓരോ വീട്ടിലെ ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്ന ഒരു പുതിയ സംവിധാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോകരാജ്യങ്ങളിൽ തന്നെ എത്തിക്കുക, പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുക എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടാണ് ഓരോ സ്ഥലത്തും 10 ദിവസത്തെ പ്രോഗ്രാം വെച്ചിട്ട് ഇങ്ങനെ നടത്തപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ മായം ചേർക്കാത്ത തേൻ, നെല്ലിക്ക, ജാതിക്ക, പ്ലാവ്, മാവ്, തെങ്ങ് അടക്കമുള്ള ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. വരുന്ന 22-ന് ചക്ക മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് 18 ഇടുക്കി. ഇനി നാട്ടുവോട്ട്. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലയിലുടനീളം പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ജില്ലാ മിഷൻ സ്വീപ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. ജില്ലയിലെ മുഴുവൻ ആളുകളെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണം. KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ NSS ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുക്കം ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ അഞ്ജു IASന്റെയും അഡീഷണൽ തഹസീൽദാർ അനിതകുമാരിയുടെയും നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ നടത്തുന്നത്. എല്ലാ ജനങ്ങളെയും ബൂത്തിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മുടെ ജില്ലാ ഭരണകൂടം സ്വീപ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. 12ഓളം വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ന്യൂസ് 18 മുക്കം. പാറശാല താലൂക്ക് ആശുപത്രിയിലെ മലിനജലം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നതായി പരാതി. വർഷങ്ങളായി ദുരിതം പേറിയിട്ടും പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതേസമയം 6 മാസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് അധികൃതരുടെ വാദം. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറികളിലെയും സെപ്റ്റിക് ടാങ്കിലെയും മലിനജലമാണ് സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് പകർച്ചവ്യാധിക്ക് കാരണമാകുന്നതായാണ് പരാതി.
പ്രദേശത്തെ കിണറുകൾ മലിനമായി. ദുർഗന്ധം മൂലം വീടിന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ആശുപത്രി സൂപ്രണ്ടിനും പാറശാല പഞ്ചായത്ത്, ബ്ലോക്ക് എന്നിവിടങ്ങളിലും പരാതി നൽകി. എന്നാൽ യാതൊരു നടപടിയുമില്ല. ഈ ആശുപത്രി എന്ന് വന്നു അന്നു മുതൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വെള്ളം എൻ്റെ വീട്ടിനകത്തൂടെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് ഈ ആശുപത്രിയിലെ സൂപ്രണ്ട് ഉൾപ്പെടെ മന്ത്രിമാർക്കുൾപ്പെടെ നമ്മൾ പരാതിപ്പെട്ടിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള പകർച്ചവ്യാധികൾ വന്ന് അവർ ബുദ്ധിമുട്ടുമ്പോൾ ജനപ്രതിനിധികൾ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. എന്നാൽ ശുചിത്വ മിഷനുമായി ചേർന്ന് സീവേജ് പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇതോടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സലൂജ പറഞ്ഞു. ന്യൂസ് 18 പാറശാല. മലപ്പുറം വളാഞ്ചേരി വൈക്കത്തൂരിൽ ജനവാസ മേഖലയിലെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത്. വൈക്കത്തൂരിൽ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് കക്കൂസ് മാലിന്യം പ്രദേശത്തെ തോട്ടിലേക്ക് ഒഴുകുന്നത്. വർഷങ്ങളായി പ്രദേശത്ത് മാലിന്യ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐറിഷ് പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനിടെയാണ് ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി MLAയുടെ ഫണ്ട് അനുവദിച്ചാണ് നടപ്പാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ നഗരസഭയുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നഗരസഭ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ താമസിക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളിലുള്ള അതിൻ്റെ ആളുകൾക്ക് വേണ്ട രീതിയിൽ അവരുടെ വേസ്റ്റ് കളയാനുള്ള സംവിധാനം ഉണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം സംവിധാനങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റും കാര്യങ്ങളും അനുവദിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓടകളുടെ മേൽമൂടി മാറ്റുന്ന ഐറിഷ് പദ്ധതി വരുന്നതോടെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ടൗണിൽ നിന്ന് വരുന്ന ഈ മലിനജലമാണ് ഇതൊക്കെ എന്നുള്ള ധാരണ ഞങ്ങൾ എന്താ വെച്ചാൽ മൊത്തം ഓരോ പോക്കറ്റുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അതെല്ലാം അടഞ്ഞിട്ടും ഇവിടെ ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകാന്ത് മാഷ് വന്ന് നോക്കിയിട്ട് അവിടെ നോക്കിയപ്പോഴാണ് ഇന്നലെ വൈകിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ഇന്ന് എല്ലാവിധ മുനിസിപ്പാലിറ്റി വിവരം കൊടുത്ത് അവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസം നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷം ശക്തമായ പ്രക്ഷോഭം അതിനെതിരെ ഉണ്ടാകുന്നതാണ്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വൈക്കത്തൂർ നിവാസികൾ. ന്യൂസ് 18 തിരൂർ. കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിന് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു. ആധുനിക സംവിധാനങ്ങളോടെ കോങ്ങാട് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് അടുത്ത മാസത്തോടെ മാറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ 4 വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. കോടങ്ങാടാണ് ഡയാലിസിസ് കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. അടുത്ത മാസത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകുമെന്നാണ് പ്രതീക്ഷ. മാർച്ച് 31 വരെ 36,000-ലധികം ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി നൽകി. 16 യന്ത്രങ്ങളിൽ നിലവിൽ 81 പേർ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 192 പേർ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിൽ 25 യന്ത്രങ്ങൾ ഒരുക്കി 125 പേർക്ക് ആദ്യഘട്ടം ഡയാലിസിസ് നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. 58 സെന്റ് സ്ഥലം ഞങ്ങൾ പുതുതായിട്ട് വാങ്ങി. നേരത്തെ 40 സെന്റ് സ്ഥലവും ഈ പഴയ ഒരു കെട്ടിടവും എടുത്ത് ഇപ്പം നവീകരിച്ച് ഇതിൻ്റെ അവസാന മിനുക്ക് പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് 2 മാസം കൊണ്ട് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കപ്പെടാൻ കഴിയുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ മാറ്റി സ്ഥാപിക്കുന്നതോടുകൂടി ഇപ്പോൾ 40 മെഷീൻ ഇവിടെ വെക്കാൻ കഴിയും. 40 മെഷീനിൽ 3 ഷിഫ്റ്റായി ചെയ്യുമ്പോൾ ഏകദേശം ഒരു 120 ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. പെർ ഡേ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സംവിധാനത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആകെയുള്ള 16 യന്ത്രങ്ങളിൽ 10 എണ്ണം ട്രസ്റ്റാണ് വാങ്ങിയത്. അതുമാത്രമേ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റൂ. ബാക്കിയുള്ള 6 യന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തി നഗരസഭയുടെ കീഴിൽ CHCയിൽ ഡയാലിസിസ് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്ന ആലോചനയും നടക്കുന്നുണ്ട്. ഇതിനായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ UK മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിൽ ഉപസമിതിയെ നിയോഗിച്ചു. രോഗികൾക്ക് താമസ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കുന്നുണ്ട്. ന്യൂസ് 18 കൊണ്ടോട്ടി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ MG രേണുക ചേരും. നമസ്കാരം.